ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ ഇനി കൊടൈക്കനാൽ ലേക്കിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഇപ്പം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയത്. നമ്മുടെ ഊട്ടിയിലെ ക്ലൈമറ്റ് തന്നെയാണ് കൊടൈക്കനാലിലും. വലിയ തണുപ്പൊന്നുമില്ല, അത് ഈ മാസമൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പം നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിലെ പാർട്ട് 3 വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ലേക്കിലേക്കാണ്. ഫസ്റ്റ് ലേക്ക് കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലം കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ലേക്കിലേക്കാണ് പോയത്. വണ്ടി നമ്മൾ നിർത്തിയിട്ടിട്ട് പതുക്കെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് ഫുള്ള് ചുറ്റി കണ്ടു. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ കഴിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ മുന്നേ നടക്കുകയാണ്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് കൊടൈക്കനാൽ ലേക്ക് ഒന്ന് കണ്ട് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ കോക്കേഴ്സ് വാക്കിലോട്ടാണ് പോയത്. അപ്പോൾ അതും അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്കാണ് നേരെ പോയത്. ഈ കാണുന്നത് സത്യസായി ബാബയുടെ ഒരു ആശ്രമമാണ്. അപ്പം ലേക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി അവിടെ കുറച്ച് നേരമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ഫുള്ള് ഗാർഡൻസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ കോക്കേഴ്സ് വാക്കിലേക്കാണ് നമ്മൾ നേരെ പോയത്. അപ്പോൾ ഇതാണ് കൊടൈക്കനാലിൻ്റെ ബോട്ട് ഹൗസ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ കയറിയില്ല, ജസ്റ്റ് നേരെ അങ്ങ് പോവുകയാണ്. നമ്മൾ ആ ചെന്ന സമയത്തൊക്കെ കച്ചവടക്കാർ വളരെ കുറവായിരുന്നു. കാരണം എല്ലാം ഓപ്പൺ ആക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ 9:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് പിന്നെ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴേക്കും ആളുകൾ അവിടെ ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട് ആദ്യമേ. അപ്പോഴത്തേക്ക് ആളുകൾ കണ്ടിറങ്ങി നേരെ തിരിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് പേര് എല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ 2 വഴിയുണ്ട്. നമുക്ക് ഫ്രണ്ട് വശത്തൂടെയും കയറാം, ബാക്കിലൂടെയും കയറാം. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ആ ഒരു ബാക്ക് സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ല പോലെ കാണാൻ പറ്റും. നല്ല മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം നമ്മളവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെയുള്ള കടകളെല്ലാം ഓപ്പൺ ആയിരുന്നു. നമ്മൾ അവിടെ നിന്നും ഒന്നും വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല.
അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ അവസാന പാട്ടായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.